പലപ്പോഴും നമ്മൾ പറയുക ഈ ഡയബറ്റീസ് കാരണം ഉണ്ടാകുന്ന കണ്ണിലുണ്ടാകുന്ന ചേഞ്ചസ് പലപ്പോഴും സിംറ്റംസ് ഒന്നും ഉണ്ടാക്കാറില്ല. ഓക്കെ, പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ വന്ന് അത് രണ്ട് തരത്തിൽ വരാം. അപ്പോൾ നമ്മളിപ്പം ഈ ഡയബറ്റീസ് ടൈപ്പ് 2 ഡയബറ്റീസ് മെല്ലിറ്റസ് ഡയഗ്നോസ് ചെയ്യുന്ന സമയത്ത് തന്നെ പേഷ്യൻസിനോട് പറയും ഐ ചെക്കപ്പ് വേണം. ഈ ഐ ചെക്കപ്പിൽ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണ നമ്മൾ വിഷൻ നോക്കും, അതായത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോ കാഴ്ച. രണ്ട് നമ്മൾ കണ്ണിൻ്റെ പ്രഷർ നോക്കും, ഗ്ലൂക്കോമ വല്ലതും ഉണ്ടോ എന്നുള്ളത്. പിന്നെ നമ്മൾ കണ്ണ് ഡയലേറ്റ് ചെയ്ത് നോക്കിയിട്ട് കണ്ണിൻ്റെ റെറ്റിന നോക്കും. ഈ റെറ്റിനയിൽ ചെറിയ ചെറിയ ബ്ലഡ് വെസലിൽ ചേഞ്ചസ് വരുന്നുണ്ടോ എന്ന് ഡയബറ്റിക് റെറ്റിനോപ്പതി എന്ന് പറയും. അത് ഏർലി സ്റ്റേജ് ആവാം, നോൺ പ്രൊലിഫറേറ്റീവ് ആവാം, പ്രൊലിഫറേറ്റീവ് ഡയബറ്റിക് റെറ്റിനോപ്പതി, പല സ്റ്റേജസ് ഉണ്ട്. പിന്നെ വിഷൻ്റെ ഭാഗത്തിനെ ബാധിക്കുക മാക്യുലർ എഡീമ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് പല പേഷ്യൻസിനും ഡ്യൂറേഷൻ ഓഫ് ഡയബറ്റീസ് അനുസരിച്ച് വരാം, അതിൻ്റെ ഡയബറ്റീസ് കൺട്രോളിനനുസരിച്ച് വരാം. അപ്പോൾ സാധാരണഗതി ഡയബറ്റീസ് ഉണ്ടാകുന്ന കാഴ്ചശക്തിയുടെ കുറവ് വരുന്നത് ബേസിക്കലി ഒന്നെങ്കിൽ നമ്മൾ ഏർലി ഡെവലപ്മെൻറ്റ് ഓഫ് കാറ്ററാക്ട്, നമ്മൾ തിമിരെന്ന് പറയില്ലേ, അതുകൊണ്ടാവാം, അല്ലെ ഗ്ലോക്കോമ കൊണ്ടുള്ള ചേഞ്ചസ് ആവാം, അതല്ലെങ്കിൽ റെറ്റിനെ കൊണ്ടുള്ള ചേഞ്ചസ് ആവാം. അത് ഗ്രാജുവലാണ് സാധാരണഗതി. അതുകൊണ്ട് നമ്മൾ പറയുന്നത് തുടക്കത്തിൽ നമ്മൾ സ്ക്രീൻ ചെയ്യുക, പിന്നെ പ്രോബ്ലം എന്തെങ്കിലും ഉണ്ടെങ്കിൽ 6 മാസം കൂടുമ്പോൾ സ്ക്രീൻ ചെയ്യുക, പിന്നെ പ്രോബ്ലം ഇല്ലാത്ത ആൾക്കാരാണെങ്കിലും എവറി 1 ഇയർ കൂടുമ്പോൾ സ്ക്രീൻ ചെയ്തുകൊണ്ടിരിക്കണം. ഓക്കെ. പിന്നെ പെട്ടെന്ന് കാഴ്ചശക്തി പോകുന്ന കണ്ടീഷൻ ഡയബറ്റീസ് വരാമോ എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. വരാം. കാരണം ഡയബറ്റീസ് ഉള്ള ആൾക്കാർക്ക് രക്തക്കുഴലുകൾ അടഞ്ഞു പോകുന്ന ഒരു പ്രക്രിയ എപ്പോൾ വേണിച്ചാലും വരാം. ഓക്കെ. അപ്പം അങ്ങനെയുള്ള ആൾക്കാർക്ക് ചിലപ്പോൾ നമുക്ക് രക്തക്കുഴൽ അടഞ്ഞു പോകുന്നതുകൊണ്ട് കാഴ്ചശക്തി കുറയാം. അതല്ലേ നമ്മൾ പറഞ്ഞ പോലെ റെറ്റിനയിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് ഉണ്ടല്ലോ, ബ്ലഡ് വെസൽ. അപ്പോൾ അങ്ങനെയാകുമ്പോൾ അവിടെ ഹെമറേജ് വരാം. ഓക്കെ. അല്ലെങ്കിൽ അതിന് ട്രാക്ഷൻ കാരണം റെറ്റിനൽ ഡിറ്റാച്ച്മെൻറ്റ് സംഭവങ്ങൾ വരാം. ഇതൊക്കെ പറ്റുന്നവരാണെങ്കിൽ പെട്ടെന്ന് വിഷ്വൽ ലോസ് വരും. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും നമ്മൾ വിജിലൻ്റായിട്ട് സ്ക്രീൻ ചെയ്യുക എന്നുള്ളതാണ് അതില്ല. അപ്പോൾ എല്ലാ റെക്കമെൻഡേഷൻസും അങ്ങനെയാണ്. നമ്മളിപ്പോൾ ടൈപ്പ് 2 ഡയബറ്റീസ് ഉണ്ടെങ്കിൽ അറ്റ് ദ ടൈം ഓഫ് ഡയഗ്നോസിസ് നമ്മൾ കണ്ണ് സ്ക്രീൻ ചെയ്യണം, പിന്നെ എല്ലാ വർഷവും സ്ക്രീൻ ചെയ്യണം, നെഗറ്റീവ് ആണെങ്കിൽ പോലും. അപ്പോൾ ഈ റെറ്റിനോപ്പതി വന്നു കഴിഞ്ഞാൽ കാഴ്ചശക്തി നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അത് തിരിച്ചു കിട്ടാനുള്ള സാധ്യത ഉണ്ടാവുമോ? അല്ലെങ്കിൽ അല്ല, ഇപ്പോൾ കുറേ അഡ്വാൻസ് ട്രീറ്റ്മെൻറ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ സ്ക്രീൻ ചെയ്യുമ്പോൾ ഏർലി സ്റ്റേജസിൽ കണ്ടെത്തുകയാണെങ്കിൽ നമുക്ക് ഈ ലേസർ ട്രീറ്റ്മെൻറ്റ് ഉണ്ട്. അതല്ലാതെ കണ്ണിൻ്റെ അകത്തേക്ക് ഇഞ്ചെക്ഷൻസ് കൊടുക്കാൻ പറ്റും. ആൻറ്റി വെജഫ് ഇഞ്ചെക്ഷൻസ് എന്ന് പറഞ്ഞിട്ട് ഇഞ്ചെക്ഷൻസ് ഉണ്ട്. അതല്ലാതെ ഇപ്പോൾ ബ്ലീഡിങ്, ഹെമറേജ് അല്ലെങ്കിൽ ഡിറ്റാച്ച്മെൻറ്റ് ആണെങ്കിൽ റെറ്റിനൽ സർജറീസ് ഉണ്ട്. സോ കുറേ കാഴ്ച തിരിച്ച് കിട്ടാൻ പറ്റും. സോ അത് നമ്മൾ എത്രയും നേരത്തെ കണ്ടെത്തിയാൽ ട്രീറ്റ്മെൻറ്റ് നമുക്ക് നേരത്തെ തുടങ്ങാനും പറ്റും, പിന്നെ നമുക്ക് കാഴ്ച പ്രിസർവ് ചെയ്യാൻ പറ്റും. തീർച്ചയായിട്ടും കുറച്ച് ഇമ്പ്രൂവ്മെൻറ്റ് വരും കാഴ്ചയിൽ. ഓക്കെ. ഈ ഡയബറ്റിക് പേഷ്യൻസിനോട് പിന്നെ എൻ്റെ ഫ്രണ്ടിൻ്റെ ഫാദറൊക്കെ ഈ പറയുന്ന പോലെ ഡയബറ്റിക് ആയിരുന്നു. അപ്പോൾ അന്ന് ഡോക്ടർ പറഞ്ഞത് നിങ്ങളുടെ മുഖം നമ്മൾ എത്രമാത്രം കെയറിങ്ങോടെ നിങ്ങൾ നോക്കുന്നു, വൃത്തിയായി സൂക്ഷിക്കുന്നു, അതുപോലെ തന്നെ നിങ്ങളുടെ കാലുകൾ, ഫൂട്ട് നിങ്ങൾ വൃത്തിയായി സൂക്ഷിക്കണം എന്നുള്ളതാണ്. എങ്ങനെയാണ് ഫൂട്ട് ഡയബറ്റിക് പേഷ്യൻസിന് അത്രയും ഒരു റിസ്കി ഏരിയ ആയിട്ട് മാറുന്ന കാര്യം? ഡയബറ്റീസിൽ ഫുഡ് ഡിസീസ് വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ഏരിയ ആണ്. അപ്പോൾ നമ്മളത് അവഗണിച്ചു കഴിഞ്ഞാൽ വളരെ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാവുക. എന്ന് വെച്ചാൽ പലപ്പോഴും ആംപ്യൂട്ടേഷൻ അടക്കം സംഭവിക്കാറുണ്ട്. ഇപ്പോൾ ഈ ഷുഗർ എങ്ങനെയാണ് കാലുകളെ ബാധിക്കാന്ന് വെച്ചാൽ 2-3 രീതികളുണ്ട്. ഒന്ന്, ഞരമ്പുകൾ, നമ്മുടെ കാലിലേക്ക് സെൻസേഷൻ സപ്ലൈ ചെയ്യുന്ന ഞരമ്പുകൾ, നെർവ്സ് ഉണ്ട്. അപ്പോൾ അവയെ ബാധിക്കും ഷുഗർ. അപ്പോൾ ഈ നെർവ്സിൻ്റെ ഡാമേജ് വന്നു കഴിഞ്ഞാൽ നമുക്ക് കാലിൽ സെൻസേഷൻ ഉണ്ടാവില്ല. എന്തെങ്കിലും മുറിവ് പറ്റിയാലോ എന്തെങ്കിലും ചതവ് പറ്റിയാലോ നമ്മൾ അറിയില്ല. അപ്പോൾ അറിയാത്ത കാരണം നമ്മൾ അതിനെ അവഗണിക്കും. ഇപ്പോൾ കൂടുതൽ ബുദ്ധിമുട്ടാവാൻ വഴിയുണ്ട്. പിന്നെയുള്ളത് അവിടേക്കുള്ള രക്തോട്ടം എന്ന് വെച്ചാൽ കാലിലേക്കുള്ള ബ്ലഡ് ഫ്ലോ ഒക്കെ പല ചെറിയ ചെറിയ രക്തക്കുഴലുകളിൽ കൂടിയാണ് പോകുന്നത്. അപ്പോൾ ഈ ഡയബറ്റീസ് ഉള്ള ആൾക്കാർ പൊതുവെ ശരീരത്തിൽ എല്ലാവരുടെയും രക്തക്കുഴലുകൾക്ക് തകരാറ് വരാം. കണ്ണിൽ പറയുന്നതും വൃക്കകളിൽ പറയുന്നതും കാലിലൊക്കെ ചെറിയൊരു രക്തക്കുഴൽ അടവുകൾ വരാം. അപ്പോൾ ഈ കാലിലെ രക്തക്കുഴൽ അടഞ്ഞു കഴിഞ്ഞാൽ അവിടേക്കുള്ള രക്തോട്ടം കുറയും. അപ്പോൾ അങ്ങനെ ആകുമ്പോഴും നമുക്ക് മുറിവ് ഉണങ്ങാനും അവിടെ വ്രണങ്ങൾ വരാനൊക്കെ സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ ഡയബറ്റീസ് ഉള്ള ആൾക്കാർക്ക് പൊതുവെ പ്രതിരോധശേഷി കുറയും, നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന്റെ ഫംഗ്ഷൻ കുറയും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യതയും കൂടുതലാണ്. വന്നു കഴിഞ്ഞാൽ അത് മാറാനുള്ള സാധ്യതയും കുറവാണ്. നമ്മുടെ ആന്റിബയോട്ടിക്കുകളുടെയൊക്കെ ഫലം കുറയും നമ്മുടെ ഡയബറ്റീസ് ഉള്ള ആൾക്കാർക്ക്. പിന്നെ ഈ പറഞ്ഞ പോലെ കാഴ്ചശക്തിയൊക്കെ ബാധിക്കുകയാണെങ്കിൽ നമുക്ക് നടക്കുമ്പോൾ എവിടെയെങ്കിലും തട്ടാനോ അല്ലെങ്കിൽ ഇതുപോലെ മുറിവ് വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഈ കാരണങ്ങളെല്ലാം കൂടിയാണ് ഡയബറ്റിക് ഫുട്ട് അൾസേഴ്സ് പലപ്പോഴും വരാറ്. ഈ നെർവ്സിന്റെ ഡാമേജും രക്തക്കുഴലുകളിലേക്കുള്ള ഡാമേജും ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത കൂടുതലും പിന്നെ ഇതുപോലെ മുറിവുകൾ പറ്റാനുള്ള സാധ്യത കൂടുതലും ആയത് കാരണമാണ് ഡയബറ്റിക് ഫുഡ് ഡിസീസ് വരാം. ഈ മുറിവ് വന്നാൽ തന്നെ ആ മുറിവ് ഉണങ്ങാനും കുറേ സമയം എടുക്കും ഡയബറ്റിക് പേഷ്യൻസിന്, അങ്ങനെയുണ്ടോ? അത് എല്ലാവർക്കും അങ്ങനെ വരേണ്ട ആവശ്യമില്ല. ചില പേര് ഭയങ്കര ഹൈ ഷുഗർ ഉണ്ടെങ്കിലും അത് ഉണങ്ങാറുണ്ട്. അപ്പോൾ ചില പേഷ്യൻസ് പറയാറുണ്ട്, സർ എനിക്ക് എൻ്റെ ഷുഗർ ഇത്രയും കൂടുതലാണ് പക്ഷേ എൻ്റെ മുറിവെല്ലാം നല്ലോണം ഉണങ്ങുന്നുണ്ട്, അങ്ങനെ പറയാറുണ്ട്. പക്ഷെ അത് എക്സാക്ട്ലി ഒരു കോറിലേഷൻ ഇല്ല. പക്ഷേ ഷുഗർ കൂടുതലാണെങ്കിൽ തീർച്ചയായിട്ടും ഇൻഫെക്ഷൻസും
ഉണങ്ങാൻ ചിലപ്പോൾ കുറച്ച് ഡിലേ വരാനും ചാൻസ് ഉണ്ട്. അതല്ലാതെ ഇപ്പോൾ ഡയബറ്റിക് ഫുട്ട് അൾസർ ഉണ്ടെങ്കിൽ നമുക്ക് സെൻസേഷൻ ഇല്ലെങ്കിൽ നമ്മൾ ആ സെയിം കാലും വെച്ചിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ വീണ്ടും ഇൻഫെക്ഷനായി മാറാൻ ചാൻസ് ഉണ്ട്. അത് ബോൺസിലേക്ക് ഓസ്റ്റിയോമൈലൈറ്റിസ് എന്ന് പറഞ്ഞ അസുഖത്തിലേക്ക് മാറാനും ചാൻസ് കൂടുതലാണ്. സോ അത് കാരണമാണ് നമ്മൾ പേഷ്യൻസിൻ്റെ അടുത്ത് ഡയബറ്റിക് ഫുട്ട് എക്സാമിനേഷൻ ഡെയിലി ഫുട്ട് ഇൻസ്പെക്ട് ചെയ്യണം. എല്ലാ ദിവസവും കാലിൻ്റെ അടിഭാഗം കാലിൻ്റെ മേൽഭാഗം നോക്കണം. എന്തെങ്കിലും മുറിവുണ്ടോ, എന്തെങ്കിലും ചുമപ്പ് നിറം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ, നീരുണ്ടോ, ഡെയിലി ഇൻസ്പെക്ട് ചെയ്യണം. ആൻഡ് എസ്പെഷ്യലി നഖം വെട്ടുമ്പോൾ ശ്രദ്ധിക്കണം. അപ്പോൾ നഖം വെട്ടുമ്പോൾ നമ്മൾ സെൻസേഷൻ കുറവാണെങ്കിൽ ചിലപ്പോൾ അറിയാതെ സ്കിന്നിലും മുറിവ് വരാം. ആ നെയിൽ കട്ടർ തന്നെ ഇഞ്ചുറി ഉണ്ടാക്കാം. അതല്ലാതെ നമ്മൾ കട്ട് ചെയ്യുമ്പോഴും ശ്രദ്ധിക്കണം. നമ്മൾ കേർവ്ഡ് ആയിട്ട് വെട്ടുമ്പോൾ ചിലപ്പോൾ ആ സൈഡിലത്തെ നഖത്തിൻ്റെ സൈഡിലത്തെ ഭാഗം അത് ഇൻഗ്രോയിങ് ടോനെയിലായിട്ട് മാറാം. അതും ഇൻഫെക്ഷൻ ഉണ്ടാക്കാം. സോ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ യൂഷ്വലി തീർച്ചയായിട്ടും പേഷ്യൻസിൻ്റെ അടുത്ത് പറയണം ശ്രദ്ധിക്കാൻ വേണ്ടി. ഓക്കെ, വേറെ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്? നല്ല ഡയബറ്റിക് ആയിട്ടുള്ള ഒരാൾ ഇതുപോലെ കാലിൻ്റെ പാദ സംരക്ഷണമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ടേക്ക് കെയർ ചെയ്യണം? പിന്നെ ഇപ്പം പറഞ്ഞതിൻ്റെ പുറമേ നമ്മൾ പറയുകയാണെങ്കിൽ നമ്മൾ പറയുമല്ലോ, ഇപ്പോൾ കാലിൻ്റെ മുകളിൽ ഇപ്പം എന്തെങ്കിലും സ്കിൻ ചേഞ്ചസ് വന്നു, കളർ വ്യത്യാസം വന്നു, അല്ലെങ്കിൽ ഒരു കട്ടിപ്പ് തോന്നി, കാലസ് എന്ന് പറയും, അല്ലെങ്കിൽ കോൺ. ഇതൊക്കെ നമ്മൾ കോൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആണി പോലുള്ള സാധനങ്ങൾ. അപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കാണുമ്പം നമ്മൾ സ്വയം ചികിത്സ പാടില്ല, ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. പലരും എന്താ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു കട്ടിപ്പ് വരുമ്പോൾ തന്നെ ഒരു ബ്ലേഡ് എടുത്ത് ചെത്താൻ നോക്കും, കോൺ വരുമ്പോൾ അതൊന്ന് സ്കൂപ്പ് ചെയ്ത് നോക്കാൻ നോക്കും. ഇതൊക്കെ പിന്നെ അത് വലിയൊരു വ്രണായി മാറുകയും പിന്നെ ഉണങ്ങാൻ ബുദ്ധിമുട്ട് വരികയും ചെയ്യുന്നതാണ്. അപ്പം അങ്ങനെ എന്തെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ ശരിക്കും ചെയ്യേണ്ടത്, നിങ്ങൾ ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടറെ അടുത്ത് പോയി കാണുക. അല്ലെങ്കിൽ ഡയബറ്റീസിൻ്റെ ഫുഡിൻ്റെ സ്പെഷ്യൽ ഡിപ്പാർട്ട്മെൻറ്റ്, പൊടിയാട്ടിക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ട്, അവിടെ പോയി പ്രോപ്പർ ഫുഡ് അസസ്മെൻറ്റ് ചെയ്യുക. ഈ ഫുഡ് അസസ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് ഡോക്ടർ രാഹുലൊക്കെ പറഞ്ഞ പോലെ നമ്മൾ അങ്ങോട്ടേക്കുള്ള രക്തോട്ടം നമ്മൾ നോക്കും, അതിൻ്റെ സെൻസേഷൻ നോക്കും. പിന്നെ കാലിൽ നമുക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ ഓട്ടോണോമിക് ന്യൂറോപ്പതി എന്ന് പറയുന്ന സംഭവമുണ്ട്. അപ്പോൾ കാലിൽ ചിലപ്പോൾ നമുക്ക് സ്വെറ്റിങ് പോവും. നമുക്ക് സാധാരണ ആൾക്കാർക്ക് ഉണ്ടാകുന്ന സ്വെറ്റിങ്. അപ്പം ഡയബറ്റീസ് ഉള്ള ആൾക്കാർക്ക് ഡ്രൈ ആയിട്ടുള്ള ഫുഡ് വരും, ക്രാക്സ് വരും. ഓക്കെ, അപ്പം ആ ക്രാക്സിൽ കൂടിയാണ് പിന്നെ ഇൻഫെക്ഷൻ കയറുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എപ്പോഴും പറയുക, ആൾക്കാർ കുളി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ മോയ്സ്ചറൈസിങ് ക്രീം പരട്ടണം കാലിൽ. അപ്പോൾ അച്ഛനെങ്കിൽ എത്രത്തോളം ഏരിയാസാണ് ഡ്രൈ ആയിട്ടിരിക്കുന്നത് അത്രത്തോളം ഏരിയാസിൽ നമ്മൾ മോയ്സ്ചറൈസിങ് രാവിലെയും വൈകിട്ടും പരട്ടി കഴിഞ്ഞാൽ ആ ഡ്രൈനെസ് വരുന്നതും ക്രാക്സ് വരുന്നതും പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ നമ്മൾ പറയാറുള്ള ഒരു ഫുട് വെയർ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. നമ്മൾ സെൻസേഷൻ കുറവാന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പം നമ്മൾ ഓടിപ്പോയിട്ടൊരു ഷൂ പെട്ടെന്ന് എടുത്തിട്ട് പോകുന്ന പോലെ, അപ്പോൾ അതിനുള്ള കല്ലോ വല്ലോ ഉണ്ടെങ്കിൽ നമുക്ക് സെൻസേഷൻ ഉണ്ടാവും, അറിയില്ല. അപ്പോൾ അതിലെന്തെങ്കിലും ഫോറിൻ ബോഡി നമ്മൾ ചെരുപ്പിലോ ഷൂവിനുള്ളോ ഉണ്ടോ ഉറപ്പായിട്ടും നമ്മൾ ചെക്ക് ചെയ്യണം. പിന്നെ അത് ഇടുന്ന സമയത്ത് കഴിയുന്നത്രയും നമ്മൾ കോട്ടൺ സോക്സ് ഉപയോഗിക്കാൻ വേണ്ടി നോക്കുക. ഓക്കെ, നൈലോൺ പോലുള്ള സാധനങ്ങൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് കാലിനുള്ള നീര് വരികയും അങ്ങനെ സംഭവങ്ങളൊക്കെ വരുമ്പോഴും ഇഞ്ചുറി വരാൻ സാധ്യത കൂടുതൽ. എപ്പോഴും കോട്ടൺ സോക്സ് ഉപയോഗിക്കും. ഇപ്പം നമ്മൾ ഫുട് വെയറിൻ്റെ സൈസ് നമുക്കിപ്പം ഭയങ്കര ടൈറ്റ് ആയിട്ടുള്ള ഫുട് വെയർ നമ്മൾ ഉപയോഗിക്കരുതെന്ന് പറയും. ഡയബറ്റിക് പേഷ്യൻ്റ് അവർ പറയും ഒരു ഇൻട്രസ്റ്റിംഗ് കാര്യം, നിങ്ങൾ ഫുട് വെയർ വാങ്ങിക്കാൻ പോവുകയാണെങ്കിൽ ടുവേർഡ്സ് വൈകിട്ട് പോവുക. അതെന്താ പറഞ്ഞെങ്കിൽ രാവിലെ ആകുമ്പോൾ കാലൊക്കെ ഒതുങ്ങി നിൽക്കും, വൈകിട്ടാകുമ്പോഴേക്കും നമ്മളുടെ ഈ നടത്തത്തിൻ്റെ ഭാഗമായിട്ടും കുറച്ച് നീരൊക്കെ വെച്ചുകൊണ്ട് കാലിൻ്റെ സൈസ് കുറച്ച് വ്യത്യാസം ഉണ്ടാവും. അപ്പം നമുക്ക് ആ ഈവനിങ് ആകുമ്പോഴേക്കും കാലിൻ്റെ സൈസിലും ആസ് കമ്പയർഡ് ടു മോർണിംഗ് കുറച്ച് സൈസ് വ്യത്യാസം ഉണ്ടാവും. അപ്പം ഈവനിങ് പോകുമ്പം കുറച്ചൊരു സൈസ് കൂടുതലായി. ഇപ്പോൾ വൺസ് സൈസ് കൂടുതൽ നമ്മൾ മേടിക്കണം എന്നാണ് പറയാറ്. ഇതൊക്കെയാണ് കോമൺലി നമുക്കുള്ളത്. സ്പെഷ്യൽ ഡയബറ്റിക് ഫുട് വെയറിനെ പറ്റിയല്ല പറഞ്ഞാൽ കോമൺ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പറഞ്ഞത്. മനസ്സിലായി. ഓക്കെ, പൊതുവേ നമ്മൾ പറയാം മെഷർ ചെയ്തിട്ട് മേടിക്കാൻ പറയും, ഇട്ട് നോക്കിയിട്ട് മേടിക്കാതെ. കാരണം സെൻസേഷൻ കുറവാകുമ്പോൾ അവർക്ക് ആ ടൈറ്റ്നെസ് മനസ്സിലാവില്ല. പൊതുവെ ഇത്തിരി ടൈറ്റായ ഫുട് വെയർ അവർ പ്രിഫർ ചെയ്യും, എന്നാലേ കാലിൽ എന്തെങ്കിലും ഉള്ള പോലെ തോന്നുള്ളൂ. അപ്പോൾ അതിനേക്കാളും നല്ലത് നമ്മൾ മെഷർ ചെയ്ത് കാലിൻ്റെ സൈസ് മെഷർ ചെയ്ത് അതനുസരിച്ച് ചെരുപ്പ് മേടിക്കുന്നതായിരിക്കും ഇത്തിരി കൂടി ബെറ്റർ ഡയബറ്റിസ് ഉള്ള ആൾക്കാർക്ക്, പ്രത്യേകിച്ച് ന്യൂറോപ്പതി എന്ന് വെച്ചാൽ നെർവ്സിനുള്ള ഡാമേജ് ഉള്ള ആൾക്കാർക്ക്. ഓക്കെ, പിന്നെ ഒരിക്കൽ വ്രണം വന്നു കഴിഞ്ഞാൽ 4 കാര്യങ്ങൾ എന്തായാലും ശ്രദ്ധിക്കണം അത് ഉണങ്ങാൻ വേണ്ടിയിട്ട്. ഒന്ന്, ആ മുറിവിന്റെ മുകളിൽ പ്രഷർ വരരുത്. അപ്പോൾ അതിന് ഓഫ് ലോഡിംഗ് എന്നാണ് പറയാറ്. നമ്മൾ ആ ഒരു കാലിന്റെ അടിയിൽ ഇപ്പോൾ ഒരു മുറിവുണ്ടെങ്കിൽ അതിന്റെ മുകളിൽ നമ്മൾ വീണ്ടും വീണ്ടും ചവിട്ടി നടന്നു കഴിഞ്ഞാൽ അതൊരിക്കലും ഉണങ്ങാൻ പോകില്ല, കാരണം ആ പ്രഷർ കാരണം അത് കൂടും. അപ്പോൾ അത് ഭയങ്കര പാടാണ് ആൾക്കാർക്ക്. പലപ്പോഴും നമുക്ക് നടക്കാനോ ബാത്റൂമിൽ പോകാനോ എങ്ങനെയെങ്കിലും അവർ നടന്നു പോകാൻ നോക്കും, പക്ഷെ അതിന് മുകളിൽ എന്ത് പ്രഷർ വന്നാലും മുറിവ് ഉണങ്ങാനുള്ള സമയം കൂടും, വൈകും. അപ്പോൾ ഈ ഓഫ് ലോഡിങ്ങിന് പല മെക്കാനിസംസ് നമ്മൾ ഉപയോഗിക്കാറുണ്ട് ഈ മുറിവ് ഉണങ്ങാനായിട്ട്. 2 ബ്ലഡ് ഫ്ലോ എൻഷുർ ചെയ്യണം. അപ്പോൾ ഏതെങ്കിലും രക്തക്കോളിന് അടവുണ്ടെങ്കിൽ നമ്മളത് മരുന്ന് കൊണ്ടോ അല്ലെങ്കിൽ ചില സന്ദർഭങ്ങളിൽ സർജറി കൊണ്ടോ അവിടേക്കുള്ള രക്തോട്ടം കൂട്ടേണ്ടി വരാം. 3 ഇൻഫെക്ഷൻ ഇല്ലാതിരിക്കാൻ ആൻറ്റിബയോട്ടിക്കുകളും ബാക്കി അതിനുള്ള മെഷേഴ്സ് നോക്കണം. പിന്നെ 4 നമ്മുടെ ഷുഗേഴ്സ് കൺട്രോൾ ആയിരിക്കണം. ഷുഗർ കൂടി നിന്നാൽ തന്നെ ഈ മുറിവ് ഉണങ്ങാനുള്ള സാധ്യത ഇത്തിരി കുറയും. മുറിവിൻ ഉണങ്ങാനുള്ള മെക്കാനിസംസ് ഒക്കെ അത് ബാധിക്കും ഷുഗർ കൂടി നിന്നാൽ. അപ്പോൾ ബ്ലഡ് ഷുഗർ നല്ല ടൈറ്റായി കൺട്രോൾ ചെയ്ത് വെക്കണം. ഓക്കെ, ഇതുപോലെ നമ്മൾ പാദങ്ങൾ ഇപ്പോൾ ബാത്റൂമിലൊക്കെ പോയി കഴിഞ്ഞാൽ ഡ്രൈ ആക്കി വെക്കേണ്ടത് കേട്ടിട്ടുണ്ട്, അതിൽ എത്രമാത്രം കാര്യമുണ്ട്? അത് കറക്റ്റാണ്. എസ്പെഷ്യലി
വിരലിൻ്റെ ഇടയിൽ എസ്പെഷ്യലി നല്ലോണം ഡ്രൈ ചെയ്ത് വെക്കണം. എന്ന് വെച്ചാൽ അവിടെ ഫംഗൽ ഇൻഫെക്ഷൻസ് വരാൻ വളരെ കൂടുതലാണ്. പിന്നെ അവിടുന്ന് തന്നെ ഇൻഫെക്ഷൻ അകത്തേക്ക് കയറാം. അപ്പോൾ പിന്നെ സെല്ലുലൈറ്റിസ് ആയിട്ടൊക്കെ മാറാൻ ചാൻസ് ഉണ്ട്. സോ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഡ്രൈ ആയിട്ട് വെക്കണം. ഇപ്പോൾ ഡ്രൈ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പറഞ്ഞ പോലെ മോയ്സ്ചറൈസ് ചെയ്യണം. ബിക്കോസ് മേൽഭാഗത്തൊക്കെ ഡ്രൈ സ്കിൻ ആണെങ്കിൽ പിന്നെ ക്രാക്സ് വരാം, അതും മുറിവൊക്കെ ഉണ്ടാക്കാൻ പറ്റും. സോ തീർച്ചയായിട്ടും കുളിച്ച് കഴിഞ്ഞിട്ട് കംപ്ലീറ്റ്ലി ഡ്രൈ ചെയ്യണം. എസ്പെഷ്യലി വിരലിൻ്റെ ഇടയിൽ കറക്റ്റായിട്ട് ഡ്രൈ ചെയ്യുന്നതാണ്. അതുപോലെ ഇപ്പോൾ സോക്സ് ഉപയോഗിക്കേണ്ട വരുന്ന അവസ്ഥയുണ്ടെന്നുണ്ടെങ്കിൽ ഈ സോക്സുകൾ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ എന്തെങ്കിലും ശ്രദ്ധിക്കേണ്ടതുണ്ടോ? ഫംഗലോ അങ്ങനെ എന്തെങ്കിലും സംഭവങ്ങളെ നമ്മൾ പേടിക്കേണ്ടതുണ്ടോ? കോമൺലി പറയുന്ന കാര്യം നമ്മളെ കാലിൻ്റെ സൈസിനനുസരിച്ചുള്ള സോക്സ് കുറച്ച് ഇടാൻ പറ്റുന്ന സോക്സ്, കോട്ടൺ ടൈപ്പ് ഓഫ് സോക്സുകൾ ഉപയോഗിക്കുക. ബാക്കി നമ്മൾ ആൻറ്റി ബാക്ടീരിയൽ സോക്സ്, ആൻറ്റി ഫംഗൽ സോക്സ് പറഞ്ഞ് മാർക്കറ്റ് ചെയ്യുന്ന സാധനങ്ങൾ നമ്മൾ പറയാറില്ല. ബിക്കോസ് അതിൽ എത്രത്തോളം എഫിക്കസി ഉണ്ടെന്ന് നമുക്കറിയില്ല. അപ്പോൾ ബേസിക്കലി സോക്സ് ഉപയോഗിക്കുന്നതാണ് നമ്മൾ പറയാറുള്ളത്. അത് കോട്ടൺ ടൈപ്പ് ഓഫ് സോക്സ് ഉപയോഗിക്കുക, അത് റിലാക്സ്ലി ഫിറ്റിംഗ് ആയിരിക്കില്ല സോക്സ് ഉപയോഗിക്കുക, അതാണ് നമ്മൾ പറയാറുള്ളത്. ഓക്കെ. പിന്നെ ഒരു ശ്രദ്ധിക്കാനുള്ള കാര്യം, ബൈക്കിൽ യാത്ര ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ പുറകിലിരുന്ന് യാത്ര ചെയ്യുമ്പോൾ പലപ്പോഴും നമ്മുടെ അടുത്ത് വരാറ് സൈലൻസറിൽ കാല് പൊള്ളിയിട്ട് ഇടയ്ക്ക് മുറിവായിട്ട് വരാറുണ്ട്. അത് കാരണം അവിടെ സെൻസേഷൻ ഉണ്ടാവില്ല. അപ്പോൾ ആ പൊള്ളല് അറിയില്ല, ആ ചൂട് അറിയില്ല. ഭയങ്കരമായിട്ട് പൊള്ളി കഴിയുമ്പോഴേ പിന്നെ മനസ്സിലാവുള്ളൂ. അപ്പോൾ എപ്പോഴും ഡയബറ്റിക് ന്യൂറോപ്പതിയുള്ള ആൾക്കാർ, ഞരമ്പിനെ ബാധിച്ചുള്ള ആൾക്കാർ ബാക്കിൽ ഇരുന്ന് സഞ്ചരിക്കുമ്പോൾ ശ്രദ്ധിക്കണം, എവിടെയാ കാല് വെക്കുന്നതെന്ന് കൃത്യം നോക്കിയിട്ട് വേണം. ഇതേപോലെ തന്നെ അവർക്ക് ചൂടുവെള്ളം കൊടുക്കുമ്പോഴും, കാരണം ചൂടുവെള്ളത്തിൽ കാല് മുക്കി വെക്കുക, ചൂടുവെള്ളം കൊടുക്കുമ്പോൾ അപ്പം വേറൊരാൾ അതിൻ്റെ ടെമ്പറേച്ചർ നോക്കിയിട്ട് വേണം കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഡയബറ്റീസ് ഉള്ള ഒരാൾക്ക്, ന്യൂറോപ്പതി സിവിയർ ആയിട്ടുള്ള ഒരാൾക്ക് വെള്ളത്തിൽ കൈ മുക്കിയാലോ അല്ലെങ്കിൽ അച്ഛന് കാല് മുക്കിയാലോ അറിയില്ല. അറിയില്ല. ഇതൊക്കെയാണ് ബേൺസ് ഉണ്ടാവാനും അങ്ങനെ ഇഞ്ചുറി വരാനുള്ള സാധ്യത.